പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിനാൽ ഏറെ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധമായ ഈ ഞായറാഴ്ച നോമ്പിൻ്റെ 5-ാമത്തെ ഞായറാഴ്ചയായി ഇന്ന് കിഫ്തോ ഞായർ ആയി ആഘോഷിക്കുകയാണ്. കൂനുള്ള ഒരു സ്ത്രീയെ സുഖപ്പെടുത്തുന്ന അത്ഭുതകരമായ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഈശോ മിശിഹായുടെ പീഡാസഹനത്തിലേക്ക് അടുത്തടുത്ത് വരുന്ന ഈ ദിവസങ്ങൾ ഏറെ ധ്യാനാത്മകമായി നമുക്ക് ചിന്തിക്കാം. കർത്താവ് ഇത് നമ്മോട് അരുളി ചെയ്യുന്നത് ഇപ്രകാരമാണ്. ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ 10 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളാണ്. നമ്മുടെ സമൂഹ ജീവിതം, ഇടവക ജീവിതം, നമ്മുടെ ഇടവകയിലെ നമ്മുടെ സാന്നിധ്യം എങ്ങനെയാണ് വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുന്നത്, എപ്രകാരമാണ് വിശുദ്ധ കുർബാന നമുക്ക് അനുഭവവേദ്യമാകുന്നത് എന്ന് പഠിപ്പിക്കുവാൻ ഏറ്റവും നല്ലൊരു വചനഭാഗമാണ് നമുക്ക് നൽകിയത്. 18 വർഷമായിട്ട് ജീവിതത്തിൽ യാതൊരു വിധത്തിലും സന്തോഷം അനുഭവിക്കാതെ മാനസികമായി നീറിപ്പുകയുന്ന ഒരു ജീവിതവുമായി മുന്നോട്ട് നടന്നവളാണ് കൂനിപ്പോയി എന്ന് പറയപ്പെടുന്ന സ്ത്രീത്വത്തിൻ്റെ പ്രത്യേകത. അവൾ യാതൊരു വിധത്തിലും സമൂഹത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത വിധം അവളുടെ ജീവിതം നിലംപതിച്ചതാണ്. എല്ലാ തരത്തിലും കുറവുകളുണ്ട് എന്ന് എല്ലാവരും പറയുന്ന വിധത്തിലേക്ക് അവൾ ഒരു വലിയ ചോദ്യമായി മാറി. അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ എല്ലാ തരത്തിലും അപകർഷതാ ബോധത്തോടെയുള്ള അവളുടെ ജീവിതത്തിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ, ഒന്ന് നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധമുള്ള അവരുടെ ജീവിത അവസ്ഥ യഥാർത്ഥത്തിൽ ഈശോ കണ്ടറിഞ്ഞ് അവളുടെ ജീവിതത്തിലേക്ക് കൃപയൊഴുകുന്ന സന്ദർഭമാണ് ഇന്ന് നാം ധ്യാനിക്കുക. വലിയ ജനക്കൂട്ടം അവൻ്റെ വചനം കേൾക്കുവാനും അവൻ്റെ അരികിലായിരിക്കുവാനും അവൻ പഠിപ്പിക്കുന്നത് കേൾക്കുവാനും അതിലുപരി അവിടുന്ന് നൽകുന്ന അത്ഭുതകരമായ രോഗശാന്തിയും വിടുതലുമൊക്കെ ലഭിക്കുവാനെന്ന് ആഗ്രഹിച്ച് എത്തിച്ചേരുന്ന ജനങ്ങളിൽ കർത്താവ് ഈ സ്ത്രീയെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എടുത്ത് നമ്മുടെ മുമ്പിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് നമ്മെ ചില പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. അതെന്താണ്? കൂനിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് 18 വർഷത്തെ ദൈർഘ്യമേറിയ ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഇടവക ജീവിതത്തിലെ, സമൂഹ ജീവിതത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ കേന്ദ്രബിന്ദുവായ പരിശുദ്ധ കുർബാനയെ നമുക്കിന്ന് കുറച്ചുകൂടി വെളിപ്പെടുത്തി തരികയാണ്. പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു മിശിഹ എന്നാണ്. കർത്താവായ യേശു മിശിഹ ഈ സമൂഹത്തിന് മധ്യേ എഴുന്നള്ളി വരുന്ന ആ വലിയ ദിവ്യ രഹസ്യത്തിൻ്റെ അനുഭൂതിയാണ് പരിശുദ്ധ കുർബാന. ഈ പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോൾ നമ്മളിൽ ഏറെ വേദനിക്കുന്ന, ബുദ്ധിമുട്ടുന്ന, മാനസികമായ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന, വളരെ അസഹിഷ്ണുതയിലൂടെ കടന്നു പോകുന്ന, മാനസിക പിരിമുറുക്കത്തിലൂടെ കടന്നു പോകുന്ന, രോഗാവസ്ഥയിലൂടെയോ മാനസിക സംഘർഷാവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്ന മക്കൾക്ക് വലിയ വിടുതലിൻ്റെ അനുഭവം നൽകുന്ന സാഹചര്യമാണ്. എല്ലാവരും നിറഞ്ഞിരിക്കുന്ന ദേവാലയത്തിൽ ദൈവം ചിലരെ തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ട്. ദൈവം ചിലരെ വിളിച്ച് വേർതിരിക്കുന്നുണ്ട്. ദൈവം വിളിച്ച് ചിലരെ സ്പർശിക്കുന്നുണ്ട്. ഈ വിശുദ്ധ കുർബാന അത് അനുഭവവേദ്യമാകുന്നത് അങ്ങനെയാണ്. ഈ വിശുദ്ധ കുർബാന ജീവനുള്ളതാകുന്നത് അങ്ങനെയാണ്. ഈ വിശുദ്ധ കുർബാന കർത്താവാകുന്ന ദൈവപുത്രനായ യേശു മിശിഹായാണ് ഈ ജീവനുള്ള അപ്പവും വീഞ്ഞുമായി രൂപാന്തരപ്പെടുന്ന വലിയ തിരുശരീര രക്തങ്ങളായി മാറ്റപ്പെടുന്ന ദിവ്യരഹസ്യത്തിൻ്റെ സ്രോതസ് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഉദാശയാണ് ഈ വിശുദ്ധ കുർബാന. അത് എത്ര പേർക്ക് അനുഭവവേദ്യമാകും എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ഈ ഇടവകയിൽ അത് ചോദ്യമാകുന്നത്. എത്ര പേർക്കാണ് ഈ വിശുദ്ധ കുർബാന അനുഭവവേദ്യമാകുന്നത്? തടിച്ചുകൂടിയ ജനാവലിയിൽ ആ 18 വർഷക്കാലമായി ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയവളെ ഈശോ നോക്കി വിളിച്ച് അവളോട് പറയുക, നിന്റെ രോഗങ്ങൾ സുഖപ്പെട്ടിരിക്കുന്നു. ഇതാണ് വിശുദ്ധ കുർബാന. നിന്റെ വേദന കണ്ട്, കണ്ണീര് കണ്ട്, നിന്റെ ഹൃദയത്തിനെ താളത്തെറ്റുന്ന അവസ്ഥ കണ്ട്, നിന്റെ സമൂഹത്തിലെ നിന്റെ തളർന്നുപോയ അവസ്ഥ കണ്ട് ഈശോ നിന്നെ കാണുന്നുണ്ടെന്നും നിന്നെ വിളിക്കാനായി അടുത്തു വന്നിട്ടുണ്ടെന്നുമുള്ള ബോധ്യമാണ് ഈ വിശുദ്ധ കുർബാന ഇന്നിവിടെ നടക്കുമ്പോൾ നിനക്കുണ്ടാകേണ്ടത്.
വിശുദ്ധ ഗ്രന്ഥം വായിച്ചപ്പോൾ ഈശോ നിന്നോട് സംസാരിക്കുകയായിരുന്നു. അടുത്ത പടിയാണ് നിന്നോട് സംസാരിച്ച ഈശോ നിന്നെ വിളിക്കുകയാണ്. വാ, എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ നിന്നെ ഒന്ന് സ്പർശിക്കട്ടെ. നിന്റെ ബുദ്ധിമുട്ടേറിയ ജീവിത മേഖല ഏതാ? കുടുംബാന്തരീക്ഷത്തിൽ നീ ഇന്ന് സഹിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷം എന്താ? നീ അനുഭവിച്ചിരിക്കുന്ന ആ വലിയ പ്രതിസന്ധി എന്താ? നീ ഒന്ന് തുറന്നു പറ. നീ തുറന്ന് പറയുമ്പോൾ മാത്രമേ കർത്താവിൻ്റെ സ്പർശനം, കർത്താവിൻ്റെ നോട്ടം നിന്നിൽ പതിച്ചു എന്ന് നിനക്ക് ബോധ്യമാവുകയുള്ളൂ. അത്ര ശ്രദ്ധയോടെയാണ് ഈ വിശുദ്ധ കുർബാനയിൽ ഈശോ നിങ്ങളെ ഓരോരുത്തരെയും നോക്കുന്നത്. ഈശോ ആരെന്നറിയാത്തതിനെ പോലെ ഇവിടെ ആരും ഇരിക്കരുത്. ദിവ്യമായ പരിശുദ്ധ കുർബാന എന്താണെന്ന് അറിയാത്തതുപോലെ നിങ്ങളിൽ ആരും ഇവിടെ ഇരിക്കരുത്. പരിശുദ്ധ കുർബാനയാവുന്ന ഈ ദിവ്യമായ കുദാശ ദൈവപുത്രനായ യേശു മിശിഹ നിന്നെ നോക്കുന്ന, നിനക്ക് പ്രത്യക്ഷപ്പെടുന്ന അനുഭവമായി, നിനക്ക് തിരിച്ചറിവിന്റെ ആ വലിയ രഹസ്യം വെളിപ്പെടുത്തി തരുന്ന അനുഭവമായി ഇന്ന് മാറണം. ഇതല്ലാതെ ഒരു കാഴ്ചക്കാരനെ പോലെയോ ഒരു ആചരണം നടത്തുന്ന വിധേനയോ വന്നിറങ്ങിപ്പോകുന്നവനെ പോലെ ആയാൽ തടിച്ചുകൂടിയ ജനത്തിൽ ഒരുവളായി നീ എണ്ണപ്പെടും. നിനക്ക് ഈശോയെ കാണാൻ സാധിക്കുമായിരിക്കും, പക്ഷെ സൗഖ്യം പ്രാപിക്കുന്നത് മറ്റൊരുവനായിരിക്കും. വിടുതൽ ലഭിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആളിനായിരിക്കും. ഇതാണ് വിശുദ്ധ കുർബാനയുടെ ഇന്നത്തെ സന്ദേശം. ആ കൂലിപ്പോയവരുടെ ജീവിതത്തിലെ ഈശോയുടെ സ്പർശനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കാൻ ഇടകൊടുക്കണം. ഈശോ ഈ വിശുദ്ധ കുർബാനയിൽ നിന്നെ വിളിക്കുന്നുണ്ട്. വാ, എൻ്റെ അടുത്തേക്ക് വാ. ഈ ത്രോണോസിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ അർപ്പിക്കപ്പെടുന്ന ബലിയിൽ നീ വിശ്വസിക്കുക. നിന്റെ ഉൾക്കാഴ്ച വർദ്ധിക്കട്ടെ, നിന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ. കർത്താവായ യേശു മിശിഹയാണ് ഇവിടെ ബലിയായി അർപ്പിക്കപ്പെടുന്നുള്ള ബോധ്യം നിനക്കുണ്ടാകട്ടെ. ഈ ബലി അർപ്പണം പരിശുദ്ധ കുർബാനയായി നിനക്ക് അനുഭവവേദ്യമാകാൻ കർത്താവേ എന്നോട് കരുണയായിരിക്കണമേ എന്നുള്ള അവരെ തിരിച്ചറിവ് ഇന്ന് നിനക്കുണ്ടാകട്ടെ. ഈ ഗിഫ്തോൻ ഞായർ, അതായത് കൂലിപ്പോയ സ്ത്രീയെ സുഖപ്പെടുത്തുന്ന ഈ ഞായർ നിന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ ആഴമേറിയ വിശ്വാസം വർദ്ധിപ്പിക്കുവാനും ഈശോ എൻ്റെ അരികിലേക്ക് ഇറങ്ങി വരുന്ന അനുഭൂതി, എന്നെ സ്പർശിക്കുന്ന, എന്നെ തൊട്ട് അനുഗ്രഹിക്കുന്ന അനുഭവമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നിനക്കുണ്ടാകണം. അതാണ് നിനക്ക് സംഭവിക്കേണ്ടത്. ആ ഒരു തിരിച്ചറിവിലേക്ക് വരുമ്പോൾ മാനസാന്തരമുണ്ടാകും. നിന്റെ ജീവിതത്തിൽ പിന്നീട് നീ ഒരിക്കലും നിരാശ കാണുകയില്ല. അന്ധകാരത്തിൻ്റെ നിഴലിലൂടെ നീ നടക്കുകയില്ല. മൂടിപ്പോയതിനെല്ലാ തകർന്ന അവസ്ഥകളും വെളിപ്പെട്ട് നീ സുഖം പ്രാപിക്കും. അങ്ങനെ വിടുതലിൻ്റെ അനുഭവം ആ കുരുട സ്ത്രീക്ക് ലഭിച്ചതുപോലെ നീയും സുഖം പ്രാപിക്കാനായി ഈ വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുക. ഇത് കർത്താവായ യേശു മിശിഹ എന്നെ വീണ്ടെടുക്കാൻ എനിക്കായി ഇല്ലാതായി തീർന്ന് ദാസന്റെ രൂപം സ്വീകരിച്ചവനാണെന്നുള്ള ബോധ്യത്തോടെ ഈ ബലിപീഠത്തിന് ചേർന്നുകൊണ്ട് നമുക്ക് ഈ ബലി അർപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. Barkimos Domingalo. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരകീർത്തിയും ഇടവിടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി സ്വയം യാഗമായി തീർന്ന് ഞങ്ങൾക്ക് പാപപരിഹാരം നൽകുകയും ഞങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്ത അഭികാമ്യമായ ശുദ്ധീകരണ ബലിയർപ്പണം അനുഗ്രഹീതവും ആപതിരഫലം മഹനീയവുമാകുന്നു. കന്യകയിൽ നിന്ന് ജനിച്ചവനും ക്രൂശാരോഹണത്താൽ ഞങ്ങളെ രക്ഷിച്ചവനും മൃഗബലികളിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രനാക്കുന്നതുമായ ദൈവമായ കുഞ്ഞാടിന് ദൈവികമായ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന ഈ നേരത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ാനും ഭാഗ്യം പുണ്യം നൽകുന്ന ബലിപീഠത്തിനും ഭാഗ്യം ദിവ്യം സ്വർഗീയമായ വിശ്രേഷണം ഭാഗ്യം ധൂപമർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. പാപപരിഹാരം ചെയ്യുന്നവനും വെളിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ ഭർത്താവേ, നിന്റെ സ്നേഹാർദ്ദതയാൽ എൻ്റെ അസംഖ്യ പാപങ്ങളും
നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവന്റെയും പാപങ്ങളും മായ്ച്ച് തുമനേ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചു പോയവരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ ഉത്തരവുകൾ ഞങ്ങളുടെ സഹായത്തിനോട് തരണമേ. ഞങ്ങളെ രക്ഷിച്ചു ഞങ്ങളുടെ പ്രാർത്ഥന യാചനവും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളെ നീക്കി കളയണമേ. എന്റെ കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരും അർഹരാകണമേ. ഞങ്ങൾ നിനക്കിപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പൂർണ്ണതയോട് നിന്നെ വിളിച്ചപേക്ഷിക്കുന്നവർ നിന്നും സ്തോത്ര ബലികൾ കൊള്ളുന്ന സർവശക്തിയുള്ള കർത്താവേ, പാപികളായ നിന്റെ ദാസരിൽ നിന്ന് ഈ ധൂപം കൈക്കൊണ്ട് നിന്റെ വിശുദ്ധ ബലിപീഠത്തോട് ഞങ്ങളെ അടുപ്പിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് നിലനിർത്തുന്ന അപരാധങ്ങൾക്കും വേണ്ടി ആത്മീയ യാഗങ്ങളും കാഴ്ചകളും നിനക്കർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങൾ തന്നെ നിനക്ക് സ്വീകാര്യബലിയായി തീരുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ഉത്തമനായ നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ സമർപ്പിതമായിരിക്കുന്ന ഈ കാഴ്ചകളിലും വിശ്വാസികളായ നിന്റെ ജനത്തിന്മേലും ഞങ്ങളുടെ കർത്താവ് മുഖാന്തരം ആവസിക്കണമേ. അവരോടുകൂടെ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവനും അപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതി ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയിൽ നിന്ന് ഈറ്റ് ചൊല്ലണം. സർവശക്തിയുള്ള പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും I'm
Barkimos tovengalos. കർത്താവേ, സമയത്ത് സ്നേഹവും യോജിപ്പും സമോണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമ്പോൾ നമ്മുടെ ദൈവമായ താന്റെ സ്നേഹം മൂലം പരിശുദ്ധ ദിവ്യമായ ശുഭനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ബാർക്കുമ്പോൾ കന്യുള്ള താനും നാം തലവനിക്കണം. ദൈവമേ, വിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ ദാസർക്ക് നിന്റെ കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിമുഖാന്തരം അശുദ്ധമായ സകല വിചാരങ്ങളും ഞങ്ങൾ നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രചോദിപ്പിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതൻ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധമായ കുർബാനയെ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെ പിതാവായ ദൈവത്തിന്റെ രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധമായ ദൈവത്തിന്റെ സംസർഗവും ആവാസവും എന്റെ വാത്സല്യ ഭാജനങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് മിശിഹാ തമ്പുരാൻ ഇരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഭയഭക്തിയോട് കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവേ, വിശുദ്ധ മാലാഖമാരോടും പ്രധാന മാലാഖമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതി കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. പാപമില്ലാത്തവനായ താൻ പാപികളായ നമുക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിൻ്റെ ജീവനും രക്ഷയ്ക്കു വേണ്ടി അവനൊറ്റി കൊടുക്കപ്പെട്ട രാത്രി നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കൈകളിൽ
അപ്പമെടുത്ത് പിതാവായ ദൈവമേ, നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ ശിഷ്യരായ വിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാകുന്നു. നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. വൽഹായേ നല്ലോലം അപ്രകാരം അത്താഴത്തിനു ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസയും എടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരായ തന്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ, ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. നല്ലോലം എന്നെ ഓർമ്മിക്കാൻ നിങ്ങൾ ഇത് അനുഷ്ഠിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും ഞാൻ വരുന്നതുവരെ നിങ്ങൾ അനുസ്മരിക്കുകയും ചെയ്യുവീനെന്ന് നമ്മുടെ കർത്താവ് അരുൾ ചെയ്തു. കർത്താവേ, നിന്റെ സംരക്ഷാകരമായ സകല വ്യാപാരങ്ങളെയും ഓരോരുവരും അവനവന്റെ പ്രവർത്തിക്കുക തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്നു. നിന്റെ സംപ്രവചനമായ രണ്ടാമത്തെ വരവിനെയും അനുസ്മരിക്കുന്നു. ഇത് നിമിത്തം നിന്റെ സഭയും ഇടവകി നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും അനുതാപപൂർവം അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. വാത്സല്യമുള്ളവരെ ചെയ്യുന്ന പരിശുദ്ധത്തോടുകൂടി ഇറങ്ങി സമർപ്പിതമായ പരിശുദ്ധനെ ശുദ്ധീകരിക്കുന്ന സമയമെത്ര ദിവ്യം ഭക്ഷണവുമാകുന്നു. നിങ്ങൾ ഭയത്തോടുകൂടെ പ്രാർത്ഥിപ്പിൻ.
കർത്താവേ എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളി ദയ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവ് ആവസിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി മാറ്റട്ടെ. അവനെ കാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. ശരീരവും തിരുരക്തവും സ്വീകരിക്കുന്നതിനാൽ ഞങ്ങളുടെ ആത്മാക്കളും ശരീരങ്ങളും പരിശുദ്ധമാവുകയും ഞങ്ങൾ നിത്യജീവന യോഗ്യരാവുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും.